ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫോം ഓഫ് മൊറാലിറ്റിയാണ്. അപ്പോൾ എന്തൊക്കെയാണ് ഫോം ഓഫ് മൊറാലിറ്റി എന്ന ടോപ്പിക്കിനകത്ത് പറയുന്നതെന്ന് നമുക്ക് നോക്കാം. ഫോം ഓഫ് മൊറാലിറ്റി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നീതിയുടെ രൂപം അല്ലെങ്കിൽ ധാർമ്മികതയുടെ രൂപം. ഇഫ് ഓൾ വെർച്യൂസ് കോൺസ്റ്റിറ്റ്യൂട്ട് ദ മാറ്റർ ഓർ കണ്ടന്റ് ഓഫ് മൊറാലിറ്റി, അതായത് എല്ലാ ധർമ്മങ്ങളും നീതിയുടെ ഉള്ളടക്കം അല്ലെങ്കിൽ വിഷയമാകുമ്പോൾ വാട്ട് ഈസ് ദെൻ ദ ഫോം ഓഫ് ഇറ്റ്, എന്താണ് ഈ നീതിയുടെ രൂപം എന്നാണ് ചോദിക്കുന്നത്. സം ഫിലോസഫേഴ്സ്, എസ്പെഷ്യലി ദ പോസിറ്റിവിസ്റ്റ്, ഹോൾഡ് ദാറ്റ് റീസണബിൾനെസ് ഓർ റാഷണാലിറ്റി ഓഫ് ബിഹേവിയർ കോൺസ്റ്റിറ്റ്യൂട്ട് ദ ഫോം ഓഫ് മോറൽ ഡിസ്കോഴ്സ് ഓർ മോറൽ ആക്ഷൻ. അതായത് ചില തത്വചിന്തകരായിട്ടുള്ള പോസിറ്റിവിസ്റ്റുകൾ പറയുന്നത് എന്താ വെച്ചാൽ ഒരു പ്രവൃത്തിയുടെ നീതിയെയും യുക്തിയെയും ആ പ്രായോഗികമായ ശാസ്ത്രത്തിന് അധിഷ്ഠിതമാണ്, ആ പ്രായോഗികമായ ശാസ്ത്രത്തിൽ ഉൾക്കൊള്ളുന്നതാണ് ഒരു നീതിയുടെ യുക്തിയും പ്രവൃത്തിയും എന്നാണ് പറയുന്നത്. അടുത്തത്, accordingly no behavior in given circumstance can be termed as good if it is not rational or reasonableness in that circumstance. അതായത് പറയുന്നത് എന്താ വെച്ചാൽ ഏതെങ്കിലും സാഹചര്യത്തിൽ ഒരു പ്രവൃത്തി അല്ലെങ്കിൽ യുക്തി നമ്മൾ പുലർത്തിയിട്ടില്ലെങ്കിൽ അത് നല്ലതായിട്ട് വിളിക്കാനായിട്ട് നമുക്ക് പറ്റില്ല എന്നാണ് പറയുന്നത്. ഈവൺ ദോ ഇറ്റ് ഈസ് ഇൻ അക്കോർഡൻസ് വിത്ത് ദ ഹയസ്റ്റ് വെർച്യു ദാറ്റ് ഈസ് കൺസീവബിൾ, അതായത് എങ്കിലും അതൊരു അതിവിശാലമായതുമാണ്, അതുപോലെ തന്നെ നല്ലതും അനുസരണയുള്ളതുമാണ് എന്നാണ് പറയുന്നത്. Conversely, any behavior or action that is rational in given circumstance affected for the sake of attaining a bigger human cause or end. അതായത് ഒരു വലിയ മനുഷ്യൻ്റെ ഉദ്ദേശത്തിലേക്ക് അയാളുടെ ലക്ഷ്യം എത്തുന്നില്ലെങ്കിൽ അത് യുക്തിയുള്ളതായിട്ട് നമുക്ക് തോന്നുന്നില്ല. യഥാർത്ഥത്തിൽ വലിയ വെല്ലുവിളികൾ അയാൾ നേരിടുകയും ചെയ്യുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. ഇനി our user means the end will be decidedly good. That is, if the end is worthwhile or worthy to be pursued, the means do not matter much. ഉദാഹരണത്തിന് അവിടെ കുറച്ച് ഉദാഹരണങ്ങൾ നമുക്ക് തരുന്നുണ്ട്. എന്താ പറയുന്നത്, ദാറ്റ് ഈസ് ദ എൻഡ് ഈസ് വർത്ത് വൈൽ, അവസാനം, അതായത് ഒരു വ്യക്തി ചെയ്യുന്ന പ്രവൃത്തിയുടെ അവസാനം മൂല്യമുള്ളതാവുന്നില്ല എങ്കിൽ, വർത്തി ടു ബി പെർസ്യൂഡ്, അത് മൂല്യത്തിലേക്ക് നീങ്ങുന്നില്ല എങ്കിൽ, ദ മീൻസ് ഡു നോട്ട് മാറ്റർ മച്ച്, അതുകൊണ്ട് വലിയ കാര്യമൊന്നുമില്ല എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ഓൺ ദ ബേസിസ് ഓഫ് സച്ച് റീസണബിൾനെസ് ദാറ്റ് വൺ ക്യാൻ ജസ്റ്റിഫൈ വൈ ശ്രീരാം മീൻസ് രാമായണ ഓർ ശ്രീകൃഷ്ണ ഇൻ മഹാഭാരത ഹാഡ് ടു ബി അഡോപ്റ്റ് റോങ്ഫുൾ മീനിങ്സ്. അതായത് ഉദാഹരണം ഇവിടെ പറയുന്നത് എന്താ വെച്ചാൽ രാമായണത്തിൽ ശ്രീരാമനും മഹാഭാരതത്തിൽ ശ്രീകൃഷ്ണനും തെറ്റായ മാർഗങ്ങൾ സ്വീകരിക്കേണ്ടി വന്ന സാഹചര്യങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. ബിക്കോസ് ദ വെർത്ത് വൈൽ എൻഡ് could have been jeopardized and much evil would have been generated. അതായത് അവരുടെ ഉദ്ദേശം വളരെ പ്രധാനമായിരുന്നു, അല്ലെങ്കിൽ ഏറെ ദോഷം ഉണ്ടാകുമായിരുന്നു, അതുകൊണ്ടാണ് അവർ അത്തരത്തിലുള്ളൊരു മാർഗം സ്വീകരിച്ചതെന്നാണ് പറയുന്നത്. സോ ഇറ്റ് ഈസ് റീസണബിൾനെസ് ഓഫ് എൻ ആക്ഷൻ ആൻഡ് നോട്ട് ദ ആക്ഷൻ പെർ സി ദാറ്റ് ഡിറ്റർമൈൻസ് ദ മോറൽ വെർത്ത് ഓഫ് എൻ ആക്ഷൻ. അതായത് ഒരു പ്രവൃത്തി അത് നമ്മൾ നല്ലൊരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നതെങ്കിലും അതിനെന്തെങ്കിലും ദോഷമുണ്ടെങ്കിൽ അത് നമുക്ക് ദോഷമായിട്ട് വരാതിരിക്കാൻ വേണ്ടി നമ്മളൊരു പ്രവൃത്തി ചെയ്യണം. ആ പ്രവൃത്തിയിൽ ചിലപ്പോൾ നന്മ ഉണ്ടാവണമെന്നില്ല, എങ്കിലും അത് നീതി നടപ്പിലാക്കാൻ വേണ്ടിയുള്ളതാണെന്നാണ് പറയുന്നത്.